സമാധാനത്തോടുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. സമാധാനം എല്ലാവർക്കും ആവശ്യമാണ്. സമാധാനവും ശാന്തിയും ആഗ്രഹിക്കാത്തവരാരുമില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടുത്തെ ആരാധന നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് സലാമത്തിന്, സമാധാനത്തിനും ശാന്തിക്കും വലിയ പ്രാധാന്യം കൊടുത്തു. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സറഫ മിന സ്വലാത്തിഹി ഇസ്തഗ്ഫറ തലാത. ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നമസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ, മാറിക്കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് 3 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അവിടുന്ന് പിന്നീട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം. അല്ലാഹുവേ, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് സമാധാനമുള്ളത്, രക്ഷയുള്ളത്, നിന്നിലേക്കാണ് സമാധാനം മടങ്ങുന്നത്. തബാറകത റബ്ബനാ വ തആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ. നിന്നിലാണ് രക്ഷയുള്ളത്, നിന്നിൽ നിന്ന് സമാധാനം ചോദിക്കുകയാണ്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. സമാധാനത്തോടുള്ള ഒരു ജീവിതം നമുക്ക് നൽകണേ റബ്ബേ. നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹബീബായ മുത്തനബി നമ്മുടെ പ്രാർത്ഥനയാണിത്. നമസ്കാരത്തിന് ശേഷം ആദ്യമായി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നബി തങ്ങൾ ചോദിക്കുന്ന സമാധാനമാണ്. അത്രത്തോളം പ്രാധാന്യമാണ് സമാധാനം. സമാധാനം ആഗ്രഹിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. ഹാപ്പിനെസ് തേടുന്നവർ, സന്തോഷം തേടുന്നവർ, സമാധാനം തേടുന്നവരാണ് നമ്മളെല്ലാവരും. അതിന് പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. സമാധാനം ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് പല വിനോദങ്ങളിൽ, പല കളികളിൽ, പല മേഖലകളിൽ സമാധാനം തേടിയാണ് പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് സമാധാനം കിട്ടുന്നതെന്ന് അവർ ചിന്തിക്കുകയാണ്. ചില ആളുകൾ ലഹരികളിലേക്ക് കടന്നു പോകുന്നു. എന്റെ സന്തോഷം അവിടെയാണ്. മയക്കുമരുന്നിലേക്കും ലഹരി പദാർത്ഥങ്ങളിലേക്കും അതുപോലെ തന്നെ മദ്യപാനത്തിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടുമെന്ന് കരുതി ചില ആളുകൾ അത് സെലക്ട് ചെയ്യുകയാണ്. മറ്റു ചില ആളുകൾ ഗെയിമുകളിലേക്ക് കടന്നു പോകുന്നു. കൗമാര യൗവനങ്ങൾ, അഡോളസന്റ് ഏജിലുള്ള കുട്ടികൾ, കൗമാര യൗവനങ്ങൾ അവരുടെ മൊബൈലിനകത്തുള്ള ഗെയിമുകളിൽ അഡിക്റ്റഡ് ആവുന്നു. അവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് ഇതിലൂടെയാണെന്ന് അവർ കരുതുകയാണ്. മറ്റു ചില ആളുകൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള വിനോദങ്ങൾ, കളികളിൽ ഏർപ്പെടുകയാണ്. അവരുടെ സമാധാനം അതിലേക്കാണെന്ന് കരുതി അവർ അതിലേക്ക് കടന്നു പോകുന്നു. നമ്മളിൽ പലരും പല രൂപത്തിലാണ് ചിന്തിക്കുന്നത്. എനിക്കൊരു വാഹനം ഉണ്ടായാൽ എനിക്ക് സമാധാനം ലഭിക്കുമല്ലോ എന്ന് കരുതി വാഹനം വാങ്ങിക്കാൻ വേണ്ടി കച്ച കിട്ടുന്നവർ, ഒരു വീടാണ് എന്റെ സ്വപ്നം, എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടി ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ലഭിക്കുമല്ലോ, എനിക്ക് കല്യാണം നടന്നാൽ എനിക്ക് സമാധാനം കിട്ടുമല്ലോ. ഇങ്ങനെ ഓരോരുത്തരും സമാധാനവും സന്തോഷവും തേടി വിവിധങ്ങളായ ആവശ്യങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സമാധാനത്തിന് വേണ്ടി ഇല്ലാത്തവരും ആ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥകളും സംജാതമാകുന്ന നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അങ്ങനെ സമാധാനത്തിന് വേണ്ടിയാണ് അടുത്തുള്ളവരെ പറ്റിച്ചും ഏത് രൂപത്തിലും നമുക്ക് ഉന്നതികൾ പ്രാപിക്കാൻ വേണ്ടി ആ രൂപത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവരും ഇന്ന് വിരളമല്ല. അയൽപക്കത്ത് വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളുടെ ജീവിതം കാണുമ്പോൾ ദാരിദ്ര്യമുള്ളവനും പാവപ്പെട്ടവനും അതുപോലെയുള്ള സമുച്ചയങ്ങൾ, വീടുകൾ, ആഡംബരങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നാൽ എനിക്ക് സമാധാനം ലഭിക്കും. അങ്ങനെ ലോൺ എടുക്കും, പലിശക്കെടുക്കും, ആ രൂപത്തിൽ വലിയ വീട് കെട്ടിപ്പൊക്കിയിട്ട് പിന്നെ തീർത്തും സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് പോകുന്നവർ, ഇല്ലായ്മക്കാരവനുള്ളവരെ കണ്ട് സമാധാനം തേടുമ്പോൾ ആ രൂപത്തിലേക്ക് അപകടം വരികയാണ്. ഇനി സമ്പന്നനായ ആളുകൾക്കും സമാധാനം കിട്ടാൻ വേണ്ടി അവനും പാവപ്പെട്ടവനെ അടിച്ചമർത്താനും
അസൂയയും കുശുമ്പുമായി മറ്റുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉള്ള സമ്പത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ, അവന്റെ സമുച്ചയങ്ങൾ, അതിൽ നിന്ന് ഓരോന്നോരോന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലാഹു പരീക്ഷണം കൊടുക്കുകയാ. അങ്ങനെ വലിയ മണിമാളികളിലും വലിയ സമ്പന്നതയിലും ലഭിച്ചവർ ദാരിദ്ര്യത്തിന്റെ കുടുക്കിലേക്ക് കടന്നുപോയവരുടെ കച്ചവടങ്ങൾ, സമ്പത്തുകൾ എല്ലാം പരാജയപ്പെട്ടുകൊണ്ട് ഒന്നുമില്ലാതാകുന്നത് നമ്മുടെ സമകാലിക സാഹചര്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഇല്ലാതെ എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ സമാധാനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സമ്പത്തുള്ളവന് സമാധാനം ലഭിക്കുമോ? ദരിദ്രനായവന് സമാധാനം ലഭിക്കുമോ? ഇല്ല. എന്നാൽ സമ്പത്ത് സമാധാനത്തിന്റെ ആശ്രയമായി കടന്നു വരുമെങ്കിലും അതിന് നമുക്ക് പൂർണ്ണമായി ഒരിക്കലും സമാധാനത്തിന്റെയോ ശാന്തിയുടെയോ സ്രോതസ്സായി സമ്പത്തിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല. ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അബൂദർ തങ്ങളോട് ചോദിക്കുകയാണ്, യാ അബൂദർ, ഓ അബൂദറേ, അതറാ കസറത്തുൽ മാലി വൽ ഗിനാ, സമ്പത്ത് കുമിഞ്ഞുകൂടിയ സമ്പത്താണ് ഐശ്വര്യമെന്ന, അതാണ് ദിനയെന്ന് നീ ധരിച്ചിട്ടുണ്ടോ, നീ കരുതുന്നുണ്ടോ അബൂദറേ? ആ സമയത്ത് അബൂദർ പറയുകയാണ്, അതേ നബിയേ, സമ്പത്തുണ്ടെങ്കിൽ എല്ലാം ലഭിക്കുമല്ലോ, സമാധാനം കിട്ടുമല്ലോ, ശാന്തി ലഭിക്കുമല്ലോ, എനിക്കെല്ലാം വാങ്ങിച്ചു കൂട്ടാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് അബൂദർ മറുപടി കൊടുക്കുകയാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഫതറാ ഖില്ലത്തുൽ മാലി വൽ ഫഖ്റു, സമ്പത്ത് കുറഞ്ഞു പോകുന്നതാണ് ദാരിദ്ര്യമെന്ന് നീ കരുതുന്നുണ്ട് അബൂദറേ? ആ സമയത്ത് അബൂദർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അതേ നബിയേ, സമ്പത്തില്ലാതിരിക്കലാണ് ദാരിദ്ര്യം നബിയേ. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബ്, എന്നാൽ അറിയണേ അബൂദറേ, സമ്പത്തിൻ്റെതാകുന്ന അളവ് പോലും വെച്ചുകൊണ്ട് നിന്റെ സമാധാനത്തിന് കടക്കാൻ കഴിയൂല, നിന്റെ ഐശ്വര്യത്തെ സമ്പത്തിന്റെ അളവ് പോലും നിനക്ക് കടക്കാൻ കഴിയൂല. അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. സമാധാനം ലഭിക്കുന്നത് ഹൃദയത്തിലാണ്. ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബി, അത് ഹൃദയത്തിന്റെ സമാധാനമാണ്. വൽ ഫഖ്റു ഫഖ്റുൽ ഖൽബി, ദാരിദ്ര്യം അത് ഹൃദയത്തിലാണ് ദാരിദ്ര്യം അടിഞ്ഞുകൂടുന്നത്. മനസ്സിലാണ് സമാധാനം ഉണ്ടാകേണ്ടത്, മനസ്സിലാണ് ഐശ്വര്യം ഉണ്ടാകേണ്ടത്, മനസ്സിലാണ് ദാരിദ്ര്യത്തിന്റെയും പ്രയാസത്തിന്റെയും കുടുക്കുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സാണ് പാകപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സാണ് പാകപ്പെടുത്തിയെടുക്കേണ്ടത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ ഒരു പരിധിവരെ സമാധാനം കണ്ടെത്താൻ, നല്ല സമാധാനത്തോടെ ശാന്തിയോടെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കിടന്നുറങ്ങാൻ നമുക്ക് സാധ്യമാവുകയാണ്. അതുകൊണ്ടാണ് അദ്കി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു തആല പറഞ്ഞു തരികയാ, വഖനാ ബിതർകിൽ മുസ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വ മലാബിസ് വ മനാസില മയ്യതുൽ വമ്മാ ലൈസ യഅനീഹി ഫഖാൽ ഫതല്ലദീ യഅനീഹി മിൻ ഗൈരി ഇത്തിലാ. അവിടുന്ന് സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു തആല പരിചയപ്പെടുത്തി തരികയാണ്. മഹത്തരമായ വരികളാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ഹൃദയങ്ങള്, ശാന്തി ആഗ്രഹിക്കുന്ന ഹൃദയങ്ങള് ചെയ്യേണ്ടതെന്തെന്നറിയുമോ? അവിടുന്ന് അടക്കി പിടിക്കാനാകാത്ത ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാനുള്ള മനസ്സ് കാണിക്കണേ. വഖനാ ബിതർകിൽ മുസ്തഹാ വൽ ഫാഖിരി, വമ്പ് കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, വല്ലാത്ത ശക്തമായ ദുരാഗ്രഹമുണ്ടല്ലോ, അതൊക്കെ നീ ഉപേക്ഷിച്ചിട്ട് നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണേ. കനാത്തിന്റെ മനസ്സ് നിനക്കുണ്ടാകണേ. ഏതിലൂടെയാ? മിൻ മത്അമിൻ വ മലാബിസ് വ മനാസില, ഭക്ഷണത്തിന് നീ മിതത്വം പാലിക്കണേ, വസ്ത്രത്തിന് നീ മിതത്വം പാലിക്കണേ. നീ കെട്ടിപ്പോക്കുന്ന സമുച്ചയങ്ങൾ, നിന്റെ വീടുകളുണ്ടല്ലോ, താമസിക്കുന്നതാകുന്ന സൗകര്യങ്ങളുണ്ടല്ലോ, ഇതിന് നീ മിതത്വം പാലിക്കണേ. അഹങ്കാരത്തോടെ
സഞ്ചരിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ, വലിയ മണിമാളിക കൊട്ടാരങ്ങൾ നീ കെട്ടിപ്പടുക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവനവന്റെ സമ്പത്ത് തിരിച്ചറിഞ്ഞിട്ട്, അവനവന്റേതാകുന്ന ഐശ്വര്യം തിരിച്ചറിഞ്ഞിട്ട് അതിനുതകുന്ന രൂപത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുള്ള ജീവിതം നിങ്ങൾ നയിക്കണേ.